ഇന്ന് നമുക്ക് സദ്യ സ്പെഷ്യൽ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാൻ 1/2 കിലോ മത്തങ്ങ എടുത്തിട്ടുണ്ട്. ഈ മത്തങ്ങ ഈ ഒരു സൈസിൽ കട്ട് ചെയ്ത് വെക്കണം. ഈ ഒരു ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് അരച്ച് ചേർക്കാൻ വേണ്ടി 1/4 കപ്പ് തേങ്ങ എടുക്കണം. പിന്നെ മീഡിയം സൈസിലെ 3 വെളുത്തുള്ളി വേണം. അതുപോലെ 3 വറ്റൽമുളകും കട്ട് ചെയ്ത് വെക്കണം. കുറച്ച് കറിവേപ്പില വേണം. പിന്നെ ഒരു 1/4 കപ്പ് തേങ്ങ വേണം. ലാസ്റ്റിൽ ഇതൊന്ന് എണ്ണയിൽ മൂപ്പിച്ചിടാൻ വേണ്ടി അത് 1/4 കപ്പ് മതി. ഇനി നമുക്ക് ഈ തേങ്ങ ഒന്ന് അരച്ചെടുക്കണം. ഇനി ഈ തേങ്ങയിലോട്ട് 1/4 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കണം. ജീരകം എന്ന് പറഞ്ഞാൽ നല്ല ജീരകമില്ല, ചെറിയ ജീരകം. പിന്നെ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി. പിന്നെ ഇത് അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് വെള്ളം വേണ്ട, കുറച്ച് വെള്ളം മതി. ഇനി ഇതൊന്ന് അരച്ചെടുക്കണം. ഈ അരയ്ക്കുമ്പോൾ ഒരുപാട് അങ്ങ് അരയണ്ട, പേസ്റ്റ് പോലെ അരയണ്ട, ചെറിയൊരു തരിയായിട്ട് ഇതേപോലെ ചെറിയൊരു തരിയായിട്ട് അരയ്ക്കണം. ഇനി നമുക്ക് ഈ മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടി ഒരു പാത്രം വെച്ചിട്ട് ഈ മത്തങ്ങ ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു 1/4 ടീസ്പൂണും കൂടെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരുപാട് വേണ്ട, 1 ടീസ്പൂണൊക്കെ മതി ഇപ്പം. പിന്നെ ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കണം. ഒരു 1.5 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ തീ ഫുൾ ഫ്ലെയിമിൽ വെച്ചാലേ ഇതൊന്ന് തിളച്ച് വരട്ടെ. പിന്നെ നമുക്ക് തീ കുറച്ചിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ആദ്യം ഇതൊന്ന് തിളക്കട്ടെ. ഇതിപ്പോൾ ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലാക്കി ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഇടയ്ക്ക് ഒരു പ്രാവശ്യമൊക്കെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കണം, അടുക്കി പിടിക്കാതിരിക്കാൻ വേണ്ടി. ഇത് തിരിച്ചു ഇത് അടച്ച് വെച്ച് വേവിക്കണം. ഇപ്പോൾ ഈ മത്തങ്ങയൊക്കെ ഇവിടെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലതായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. ഈ ഒരു പരുവത്തിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളവുമുണ്ട്, അത്രയും ഇരിക്കണം വെള്ളം. ഇനി നമുക്ക് ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഈ അരപ്പ് അരയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിലങ്ങ് അരയ്ക്കണ്ട, ഇതുപോലെ കുറച്ച് വെള്ളത്തിൽ അരച്ചെടുക്കണം. പിന്നെ ഈ മിക്സിയുടെ ജാറ് ഒരു ശകലം വെള്ളം ഒഴിച്ച് കഴുകി അതും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇനി ഈ അരപ്പും എല്ലാം കൂടെ ചേർന്നൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ ഈ മത്തങ്ങ മാത്രം ഇട്ട് എരിശ്ശേരി ചെയ്ത് കാണിക്കുന്നത്. ഇതിലോട്ട് നമ്മൾ വൻപയറും കൂടെ ചേർത്ത് എരിശ്ശേരി വെക്കാറുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ഒരു 1/4 കപ്പ് വൻപയർ ഒന്ന് നല്ലതായിട്ട് വേവിച്ചിട്ട് ഈ സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. അതുപോലെ ഇത് മിക്സ് ചെയ്യുമ്പോൾ ഒരുപാട് ഇട്ടങ്ങ് ഉടയ്ക്കരുത്, മത്തങ്ങ കുറച്ച് കാണുന്ന പോലെ ഇരിക്കണം. അപ്പോൾ അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു 4-5 മിനിറ്റോളം ഇത് ലോ ഫ്ലെയിമിൽ ഇങ്ങനെ വെച്ചേക്കണം. ഇതിൻ്റെ പച്ചമണം എല്ലാം പോകണം, ഈ അരപ്പിൻ്റെ പച്ചമണം എല്ലാം പോകുന്നിടം വരെ ലോ ഫ്ലെയിമിൽ വെക്കണം. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുകയും വേണം, അല്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ കുറച്ചുകൂടി വെള്ളമൊക്കെ വറ്റിക്കൊണ്ട് ഈ ഒരു പരുവത്തിൽ ഇരിക്കണം എരിശ്ശേരി. ഒരുപാടങ്ങ് വെള്ളത്തിലിരിക്കരുത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതൊന്ന് താളിച്ചൊഴിക്കണം. ആ തേങ്ങ എല്ലാം കൂടെ മൂപ്പിച്ച് ഇതിൽ ഒഴിക്കണം. അപ്പോൾ ഇതിന് വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കണം. ഒരു 1.5 ടേബിൾ സ്പൂണൊക്കെ വെളിച്ചെണ്ണ മതി. ഇപ്പോൾ വെളിച്ചെണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. പിന്നെ ആ 3 വറ്റൽമുളക് ഇടണം. കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉടനെ തന്നെ ഈ തേങ്ങ ഇട്ട് കൊടുക്കണം. ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഈ തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഒരു ഗോൾഡൻ ബ്രൗൺ ആകുന്നിടം വരെ ഇങ്ങനെ കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. തീ കുറച്ച് വെച്ച് വേണേൽ ഇത് ഇളക്കാൻ, പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലേ ഇത് കരിഞ്ഞു പോവും. കരിയുകയേ ചെയ്യരുത്. ഇത് നല്ലൊരു ചുമന്ന നിറമാകുന്നിടം വരെ എടുക്കാവും. ഇതിപ്പോൾ ഏകദേശം ആയിട്ടുണ്ട്. ഈ സമയത്ത് തീ ഒന്ന് കുറച്ച് വെക്കണം. ഇപ്പോൾ കണ്ടോ, നല്ലൊരു നിറമായിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് അടച്ച് വെച്ചേക്കണം. ഇത് ഉടനെ ഇളക്കണ്ട, ശകലം കഴിഞ്ഞിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്ലെയിം ഓഫിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ സമയത്ത് തീയൊന്നും വേണ്ട, ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പം മത്തങ്ങ എരിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ വിഷുവിനൊക്കെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ കമൻസ് ഒക്കെ അറിയിക്കണേ. താങ്ക്